So the Opalina come under the phylum Opalinata. These are non-parasitic endosymbionts. Endosymbiont means it is present in the inside the body of the host. Non-parasitic also. They will make any type of damages or any other kind of negative effect upon the host. That's why it is non-parasitic as well as endosymbiont. And we know what is symbiont. എന്താണ് സിംബയോണ്ട് എന്ന് പറയുമ്പോൾ മ്യൂച്വലിസം ഉണ്ട്, സിംബയോസിസ് ഉണ്ട്, പാരസിറ്റിസം ഉണ്ട്. ഓൾ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽ adaptations or animal relations. That is the best term. Animal relationship ആണ് ഈ പറഞ്ഞേക്കുന്നതെല്ലാം. പാരസിറ്റിക് ആണെങ്കിൽ അതെപ്പോഴും ഒരു ഹോസ്റ്റിന് ഹാം ഉണ്ടാക്കും. അതിന്റെ ബോഡിയിൽ വേണ്ടാത്ത അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ്ഡ് ചെയ്യും because of the presence of or activity of these parasites. Non-parasitic means they will not make any type of these type of ill effect upon the host. Symbiosis എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ഓർഗാനിസങ്ങൾക്കും ഒന്നിൽ ബെനിഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാളിന് ബെനിഫിറ്റ് കിട്ടിയാലും മറ്റേ ആളിന് ഡാമേജ് ഉണ്ടാവത്തില്ല. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും both the animals in the relationship will get the positive effect. രണ്ടുപേർക്കും ഒരേപോലെ, ഒരാൾ അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ച് ഇങ്ങോട്ടും കിട്ടുന്നതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. രണ്ടുപേരും നല്ല പരസ്പരം എന്താണ് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലേഷനാണ് മ്യൂച്വലിസത്തിനകത്ത് വരുന്നത്. പാരസിറ്റിക് ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ഹോസ്റ്റിന് എപ്പോഴും ഹാം ആയിരിക്കും. ഈ മറ്റേ പാരസൈറ്റ് എന്ന് പറയുന്ന ഓർഗാനിസം ഹോസ്റ്റിൽ നിന്ന് അതിന് വേണ്ടുന്ന എല്ലാം എടുക്കുകയും ചെയ്യും, ഒപ്പം അതിന് തിരിച്ച് ദോഷങ്ങളായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് no parasitic. So here the Opalina is endosymbiont as well as non-parasitic, and also it is present inhabit എവിടെയാണ്, ഇൻഡസ്റ്റൈനിലാണ്. ഏത് ഇൻഡസ്റ്റൈനിൽ? ആരുടെ? ഹ്യൂമൻ ഇൻഡസ്റ്റൈനിലാണോ? അല്ല. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഫ്രോഗ്സ് ഓർ ടോഡ്സ്. ഫ്രോഗിന്റെയും ടോഡിന്റെയും അതുപോലെ തന്നെ ചില ഫിഷസിന്റെയും വളരെ കുറച്ച് റെപ്റ്റൈൽസിന്റെയും ഇൻഡസ്റ്റൈനകത്ത്, ടെർമിനൽ പാർട്ട് ഓഫ് ദ ഇൻഡസ്റ്റൈൻ, ഇൻഡസ്റ്റൈനകത്ത് തന്നെ അതിന്റെ ടെർമിനൽ പാർട്ടിലാണ്, അറ്റത്തായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു ഓർഗാനിസമാണ് ഒപ്പലൈന എന്ന് പറയുന്നത്. ഇതിന്റെ ബോഡിയുടെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണെന്നാണ് ഇവിടെ അടുത്ത് കൊടുത്തേക്കുന്നത്. എന്താ പറയുന്നത്, അതിന്റെ ബോഡി നമുക്കറിയാം, ഇത് സിംഗിൾ സെല്ലാണെന്ന് നേരത്തെ തൊട്ടേ അറിയാം. പക്ഷേ ദ ബോഡി ഓർ ദ സിംഗിൾ സെൽ ഹാവിംഗ് എ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതാണ് ഒപ്പലൈനയുടെ, ഇതെല്ലാം ഒപ്പലൈന തന്നെയാണ്. നിങ്ങൾ എവിടെ കണ്ടാലും തിരിച്ചറിയത്തക്ക രീതിയിൽ പല ഫിഗേഴ്സ് ഞാൻ ഇട്ട് തന്നേക്കാണ്. ഒപ്പലൈന എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ന്യൂക്ലിയസ് കാണും കേട്ടോ. ഇതിനകത്ത് ഇതൊരു സിംഗിൾ സെല്ലാണ്, ബട്ട് ദേ ഹാവ് എ ലോട്ട് ഓഫ് ന്യൂക്ലിയായി. അതാണ് മൾട്ടി ന്യൂക്ലിയേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ കവേർഡ് വിത്ത് തൗസൻഡ്സ് ഓഫ് സിലിയ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് സിലിയോഫോറ. സിലിയോഫോറ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ബോഡി നിറച്ചും പാരമീസിയത്തിന്റെ ബോഡിയിലുള്ള പോലെ സിലിയ ഉണ്ട്. തൗസൻഡ്സ് ഓഫ് സിലിയയാണ്, ആയിരക്കണക്കിന് സിലിയ. ഇത് ഇത്രയും വലിപ്പമുണ്ടോ ഒപ്പലൈനയ്ക്ക്? ഇത്രയില്ല, മൈക്രോസ്കോപ്പിക് ആണ്. അപ്പൊ അതിന്റെ ബോഡിയിൽ മൊത്തമായിട്ട് അറൌണ്ട് ദ ബോഡി തൗസൻഡ്സ് ഓഫ് സിലിയ പ്രസന്റ്. Another one, no cytopharynx, nutrients absorbed via pinocytosis. They have no cytopharynx. Oral അല്ലെങ്കിൽ mouth like structures are absent. But in the case of all the living organisms, they will get nutrients. They have to do all the type of living activities. So the nutrients is also very essential. This nutrient absorbed via pinocytosis. എന്താണ് പൈനോസൈറ്റോസിസ് എന്ന് പറയുന്നത്? ടേക്കിംഗ് enough food in the form of liquid, it is called pinocytosis. And on the contrary, the phagocytosis, that is another one term for the ingestion of food, but in the form of solid. സോളിഡിന്റെ ഫോമിൽ ഇൻടേക്ക് ചെയ്യുന്ന അതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നതെങ്കിൽ പൈനോസൈറ്റോസിസ് എന്ന് പറയുന്ന ലിക്വിഡ് ഫോമിൽ എടുക്കുന്നതിനെയാണ്. അപ്പൊ ഇവിടെ ഒപ്പലൈന എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ ഹോസ്റ്റ് ബോഡി വയ പൈനോസൈറ്റോസിസ്. പൈനോസൈറ്റോസിസ് ഇതിന്റെ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻഡസ്റ്റൈൻ ഈസ് റിച്ച് വിത്ത് എന്താണ്, ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് ആണ്.
So this pinocytosis, the absorption of the nutrients, that is over the entire cell surface. Surface inde mottham body surface il kude adu mottamayitte ella bhagathudeyum valichu agathekku edukkum. Then the life history of the Opalina is also complex ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. These are the characters, salient features of Opalinata. Opalinata എന്ന് പറഞ്ഞാൽ ഈ Opalina include ചെയ്യുന്ന ആ ഗ്രൂപ്പിനകത്ത് വരുന്നത് എല്ലാത്തിനും ഇതാണ് സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട എല്ലാത്തിനും പൊതുവായിട്ട് കാണുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. So the next we have to go through the Opalina. Opalina എന്ന് പറയുന്ന ഈ ഓർഗാനിസത്തിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ the length width ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 42 to 125 microns wide and 28 microns thick. അതിന്റെ സൈസ് ആണ് പറയുന്നത്. 42 തൊട്ട് 125 microns and 28 microns thickness. That is the size of the Opalina. Microns ആണ്, so that is very small in size. Then the shape of the body, it is oval and flat and lined externally by a pellicle. See, this is the black colored line that is representing the pellicle. Pellicle is seen around all around the body of the Opalina, the single cell of the Opalina, and it is called the pellicle. Then longitudinal row of cilia all around the body, that is the cilia. It is a locomotory structure that is present on the pellicle or the longitudinal rows. These are the longitudinal rows. ഇങ്ങനെ നീളത്തിൽ കാണിച്ചേക്കുന്നതാണ് longitudinal rows എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഷേപ്പിൽ ഇതിനകത്തൂടെ കാണുന്ന ഈ ഷേപ്പ് തന്നെയാണെന്ന് ഇത് ന്യൂക്ലിയസിനെയും സൈറ്റോപ്ലാസം ആണ് കാണിച്ചേക്കുന്നത് എങ്കിലും ഇതേ ഷേപ്പിലാണ് എങ്ങനെ കാണുന്നത് സിലിയ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ബോഡി മുഴുവനായിട്ടും ഇതുപോലെ നിറച്ചും സിലിയ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ദേ ഹാവ് ഓൾസോ എ ഫാഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ റോസ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സൈറ്റോപ്ലാസം ഈസ് ഡിവിസിബിൾ ഇൻടു ആൻ ഔട്ടർ തിൻ ലെയർ ഓഫ് എക്ടോപ്ലാസം എന്നും അകത്തുള്ളതിനെ എന്താ പറയുന്നത് ഇന്നർ ഗ്രാനുലാർ സൈറ്റോപ്ലാസം എന്നും പറയും. സോ ഔട്ടർ thick layer, that is called outer thin layer, that is called ectoplasm, and the inner layer of endoplasm, that is called that is in the form of granula. Granules in the form il കാണുന്നതാണ് endoplasm എങ്കിൽ thin layer ആയിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു narrow ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ compared to the inner or the endoplasm. ഈ endoplasmത്തിനെ compare ചെയ്യുമ്പോൾ ഈ ലൈനിൽ നമ്മൾ നോക്കിക്കുക അത് വളരെ അടുത്തടുത്ത dots ഇട്ട് കാണിച്ചിട്ടുണ്ട്. That is ectoplasm and the inside the granular endoplasm. That is the division of the cytoplasm. Then see, ectoplasm has several longitudinal contractile myonemes. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു longitudinal ആയിട്ട് ദേ ഇപ്പം കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന longitudinal structures. അതുപോലെ എന്തുണ്ട് ഇതിനകത്ത് സീലിയായും ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇതിനകത്ത് എന്താണ് കാണുന്നത് വീണ്ടും സീലിയറി സ്ട്രക്ചറിനെ പോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് മയോണീം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് സിലിയ, ലൈൻസ് ഓഫ് സിലിയ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രക്ചേഴ്സ് എല്ലാം സീലിയയുടെ ലൈനുകളാണ്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ന്യൂക്ലിയൈ, അതുപോലെ ബ്ലാക്ക് കളറിൽ കാണുന്നത് പെല്ലിക്കിളാണ്. ദെൻ നോക്കൂ ഈ എൻഡോപ്ലാസത്തിനകത്ത് ധാരാളം ഗ്രാനുൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ബ്ലാക്ക് ഡോട്ട്സ് ഇല്ലേ. അപ്പൊ ചെറിയ ന്യൂക്ലിയസിനെക്കാളും കുറച്ചും കൂടെ ചെറിയ സൈസിൽ കാണിച്ചേക്കുന്ന ബ്ലാക്ക് ഡോട്ട്സ് ആണ് granular structure എന്ന് പറയുന്നത്. So the entire cytoplasm inside the Opalina is divided into ectoplasm, thin ectoplasm and granular endoplasm having a lot of or multinucleated or lot of nuclei. അത്രയും ഉള്ളതാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ അടുത്ത പറയുന്നത് എന്താണ് ectoplasm has several longitudinal contractile myonems. So the thin layer, outer thin layer of cytoplasm is called ectoplasm. അവിടെയാണ് എന്തുണ്ടെന്ന് പറഞ്ഞത് longitudinal contractile myonems ഉണ്ട്. contractile myonems എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു മയോണീം എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ഓർഗാനിസം ആയിരുന്നു എങ്കിൽ നമ്മൾ അതിനെ ഒരു മസ്കുലർ സ്ട്രക്ചർ പോലെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. അതും എന്താണ് നമ്മുടെ ബോഡിയിലുള്ള മസിൽസിന്റെയും ജോലി എന്താണ് contraction and relaxation and thereby we can move and also we can swallow all the type of that type of
activities are because of the contraction and relaxation of the muscles. Even the heart muscles is also doing the same function. അത് എന്താ ചെയ്യുന്നത്, അതും ഇതുപോലെ contract ചെയ്യുന്നു, relax ചെയ്യുന്നു. That is known as the beating of heart എന്ന് നമ്മൾ പറയുന്നത്. Anyway, here also the ectoplasm having the structure എന്താണ്, longitudinal contractile myonym ഉണ്ട്. Contractile structure found in some eukaryotic single celled organism എന്ന് നമ്മൾ അതിനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സൈറ്റോസ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിവിടെ ഇല്ല എന്ന് പറഞ്ഞു. സാലിയന്റ് ഫീച്ചറിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈറ്റോസ്റ്റോം ആബ്സെന്റ് ആണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ദ ഓപ്പലൈന ഓൾസോ ലാക്കിംഗ് സൈറ്റോസ്റ്റോം ഓർ ദ സെൽ മൗത്ത്. അതുപോലെ തന്നെ കൺട്രാക്ടൈൽ വാക്യൂൾസ് ആർ ഓൾസോ ആബ്സെന്റ്. Then see, all these are multinucleate with a large number of nuclei present in the endoplasm. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ. The symbiont absorb the digested food of the host. Already told these type of processes. എന്തൊക്കെയാണ് പറഞ്ഞത്, multinucleated ആണെന്ന് പറഞ്ഞു, digested food present in the host intestine that is absorbed, or these symbiont can absorb the digested food materials directly from the intestine through pinocytosis. അല്ലേ, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് സാലിയന്റ് ഫീച്ചർ ആണെങ്കിൽ ഒപ്പലൈനയിലും ഇതേ ഫംഗ്ഷൻ തന്നെ ഇതേപോലെ തന്നെ ചെയ്യുന്നു എന്ന് പറയുകയാണ്. Reproduction is by longitudinal binary fission. So we know what is binary. That is the division of the organism into two. രണ്ടായിട്ട് മുറിഞ്ഞു മാറുന്നതിനെയാണ് നമ്മൾ ബൈനറി എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് രണ്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും മുറിയാം അല്ലെ. അപ്പൊ നീളത്തിൽ മുറിയാം, കുറുകയിലും മുറിയാം. ഇവിടെ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ ആണ്. നീളത്തിൽ അത് രണ്ടായിട്ട് മുറിയും. അതാണ് അതിന്റെ റീപ്രൊഡക്ഷൻ ടൈപ്പ്, പാറ്റേൺ ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. Then see, during fission the nuclei do not divide, but these are shared equally between two daughter cells. We know during the time of cell division, the cell, that is normally a cell having one nucleus. So this nucleus will divide at the time of division of the cell, that we know. But here the number of nuclei is lot of nuclei. So that is why the organism is divided longitudinally or through binary fission. This time the number of nuclei, if it is 1000 or if it is 100 in number, it is divided equally into two division of the organism or the cell. ആ സെൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 50 എണ്ണമായിരുന്നുള്ളതെങ്കിൽ അത് 25 എണ്ണം വെച്ച് ഓരോന്നിനകത്തേക്ക് ഓൾമോസ്റ്റ് അളന്നു കുറിച്ച് 25 അല്ല, ചിലപ്പോൾ 24 ആകാം, ഒന്നിന് 26 ആകാം, 27 ആകാം, 23 അങ്ങനെ വരാം. പക്ഷെ ഓൾമോസ്റ്റ് എങ്ങനെ ആയിരിക്കും, ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലിനും കൊടുക്കും. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് നടക്കത്തില്ല, ദ ന്യൂക്ലിയർ ഡിവിഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ. അതുപോലെ ഈ ഡിവിഷൻ തന്നെ, അതായത് റീപ്രൊഡക്ഷൻ തന്നെ ഡ്യൂറിങ് സ്പ്രിങ്ങിൽ നടക്കുന്നതിനാണ് പ്ലാസ്മോട്ടമി എന്ന് പറയും. എന്താണ് പ്ലാസ്മോട്ടമി എന്ന് പറയുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ഈ സെൽ ഡിവൈഡ് ചെയ്യും റിപ്പീറ്റഡ് എഗൈൻ ആൻഡ് എഗൈൻ വിത്തൗട്ട് ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയൈ. ന്യൂക്ലിയൈ ഡിവൈഡ് ചെയ്യുന്നതേ ഇല്ല, പക്ഷെ സെല്ല് 2 ആകുന്നു, അത് പിന്നെ 4 ആകുന്നു, 8 ആകുന്നു, 16 ആകുന്നു. ഇൻ ദാറ്റ് ഫോം മൾട്ടിപ്പിൾ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും വിത്തൗട്ട് ദ ഡിവിഷൻ ഓഫ് ദ ന്യൂക്ലിയൈ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഓരോ സെല്ലുകളും ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. 100 സെല്ല് അല്ലെങ്കിൽ ഒരു സെല്ലിനകത്ത് 100 ന്യൂക്ലിയൈ ഉണ്ടായിരുന്നെങ്കിൽ അത് 2 ആകുമ്പം ഓരോ സെല്ലിനകത്തും 50 ആയിട്ട് മാറി, 4 ആകുമ്പം ഓരോന്നിനകത്ത് 25 ആയിട്ട് മാറി ഇല്ലേ. അങ്ങനെ ഓരോ ഡിവിഷൻസ് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും റിസൾട്ട് എന്താണ്, ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ വിൽ ഡിക്രീസ്. സോ ദാറ്റ് many daughter cells are produced, each having only a few nuclei. അങ്ങോട്ട് പോകുമ്പോൾ സ്പ്രിംഗ് സീസണിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ Opalina is happening through plasmotomy. എന്താണ്, ഓരോ സെൽസിനും ഓരോ ഡോട്ടർ സെൽസിനും നമ്പർ ഓഫ് ന്യൂക്ലിയൈ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നില്ല, അത് വീതിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓരോ സെൽസിനും ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ ഇതിനകത്തുള്ളതിന്റെ പകുതി അങ്ങോട്ടേക്ക് കൊടുക്കും. അതായത് നമ്മുടെ
കുടുംബത്തിലൊക്കെ കുടുംബസ്വത്ത് എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഉള്ളത് മക്കൾക്ക് കൊടുക്കുന്നു. മക്കളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ആ മക്കള് അവരുടെ മക്കൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവരും ഇതുപോലെ അവരുടെ സ്വത്തിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവരായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അളവ് കുറഞ്ഞു കുറഞ്ഞു പൊക്കൊണ്ടേയിരിക്കും. ഇവിടെ അതുപോലെയാണ്. ഇവരൊന്നും മൾട്ടിപ്ലൈ ചെയ്തൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഡോട്ടർ സെൽസിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വളരെ കുറച്ച് ന്യൂക്ലിയൈ മാത്രം ആകും. അതാണ് പ്ലാസ്മോട്ടം. That is happening during spring season. The daughter cell become encysted and pass out of the host into water from where they are swallowed by tadpoles. അപ്പൊ എന്താ ഈ ഡോട്ടർ സെൽസ് ഈ സ്പ്രിംഗ് ടൈമിൽ പ്ലാസ്മോട്ടമി വഴി ഉണ്ടാകുന്ന ഈ ഡോട്ടർ സെൽസ് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? എൻസിസ്റ്റഡ്. വാട്ട് ഈസ് എൻസിസ്റ്റേഷൻ? ദാറ്റ് ഈസ് the cyst formation, the formation of a covering around the cell, that is called encystation. ഇതിന്റെ ബോഡിക്ക് ചുറ്റുമായിട്ട് ഒരു കവറിംഗ് ഉണ്ടാകും. that is a protective covering. So this cyst can protect the entire cell inside it during the unfavorable condition. ആ unfavorable ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഇത് വീണ് കഴിഞ്ഞാൽ അതിന് എന്താ സംഭവിക്കുന്നത്? അത് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേച്ചർ തന്നെ ഇതിനൊരു സിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് സിസ്റ്റ് സീൻ അറൌണ്ട് ദിസ് ഡോട്ടർ സെൽ ആൻഡ് വിത്തിൻ ദാറ്റ് സിസ്റ്റ് ദേ ക്യാൻ ഈസിലി live without any harm. സോ ഈ ഡോട്ടർ സെൽസ് എൻസിസ്റ്റ് ചെയ്തത് എവിടെ വരും? ഈ ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരും. ഹോസ്റ്റ് ഏതാണ്? ഇൻഡസ്റ്റൈൻ ആണ്. ആരുടെ ഇൻഡസ്റ്റൈൻ? ടാഡ്പോൾ, അതുപോലെ ഫ്രോഗ്, അതുപോലെ ഫിഷസ്, ടോഡ്സ്, സർട്ടൻ റെപ്റ്റൈൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ മോസ്റ്റ് ഓഫ് ദീസ് ഓർഗാനിസംസ് ആർ ലിവ് ഇൻ വാട്ടർ. സോ ദീസ് ടൈപ്പ് ഓഫ് ഡോട്ടർ സെൽസ് ആർ കം ഔട്ട് ഓഫ് ദ ഹോസ്റ്റ്. അതിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ടെർമിനൽ റീജിയൻ ഓഫ് ദ ഇൻഡസ്റ്റൈനിലാണ് ഇവരുള്ളത്. അപ്പൊ ഇവര് എവിടേക്ക് വരുന്നുണ്ട്? വെള്ളത്തിനകത്തേക്ക് വീഴും. ഇവർ വെള്ളത്തിലുള്ളതായതുകൊണ്ട് പുറത്തേക്ക് വരും. ആ വെള്ളത്തിൽ വന്നതിന് ശേഷം അവിടെയാണ് ആരുണ്ട്? ടാഡ്പോൾസ് ഉണ്ട് അല്ലെ? സോ ദ വാട്ടറിൽ വന്നു കഴിഞ്ഞാൽ വേർ ദേ സോളോഡ് ബൈ ദ ടാഡ്പോൾസ്. ടാഡ്പോൾസ് ഇതിനെ സോളോ ചെയ്യും. അവരതിനെ എടുത്തോളും. എടുത്തു കഴിഞ്ഞാലോ ഇത് തീർച്ചയായിട്ടും എവിടെ പോയി എത്തും? അതിന്റെ ഇൻഡസ്റ്റൈനകത്തേക്ക് പോയിക്കോളും. ടാഡ്പോൾ പിന്നെ എന്താകും? ഫ്രോഗ് ആയിട്ട് അഡൽട്ട് ആയിട്ട് മോഡിഫിക്കേഷൻ വന്ന് പോയിക്കോളും അല്ലെങ്കിൽ വളരും. സോ ദ സിസ്റ്റ് ഡിസോൾവ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ഓഫ് ദ ടാഡ്പോൾസ് ആൻഡ് ദ സെൽസ് ഡിവൈഡ് ടു ഫോം യൂണിന്യൂക്ലിയേറ്റ് മൈക്രോഗാമേറ്റ്സ് ആൻഡ് മാക്രോഗാമേറ്റ്സ്. അപ്പൊ ഇത് എന്താണ്? ഇനി ഈ എൻസിസ്റ്റേഷൻ ഉള്ള സെല്ലിന് ഇൻസൈഡ് ദ ടാഡ്പോൾസ് ഇൻഡസ്റ്റൈൻ വാട്ട് വിൽ ഹാപ്പൻ? അതാണ് ഇവിടെ പറയുന്നത്. എന്ത് ചെയ്യും? ഈ സെല്ല് ഇതിനകത്ത് കയറിയതിന് ശേഷം ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തതിന് ശേഷം യൂണിന്യൂക്ലിയേറ്റ് മൈക്രോഗാമേറ്റും മാക്രോഗാമേറ്റുമായിട്ട് മാറും. അപ്പൊ ഒരു ന്യൂക്ലിയസ് മാത്രമുള്ള മൈക്രോഗാമേറ്റ് ആയിട്ടും പിന്നെ മാക്രോഗാമേറ്റ് ആയിട്ടും ഇത് ഡിവൈഡ് ചെയ്ത് മാറും. ആ പ്രോസസ്സ് നടക്കുന്ന എവിടെയാണ്? ടാഡ്പോളിന്റെ ഇൻഡസ്റ്റൈനകത്താണ്. ദിസ് അനൈസോഗാമേറ്റ്, ഐസോഗാമേറ്റ് അല്ല, ഐസോ മീൻസ് സെയിം ആണ്. ഇവിടെ എന്താണ് അനൈസോ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഒന്ന് മൈക്രോയും പിന്നൊരെണ്ണം മാക്രോയും. ഒന്ന് ചെറുതാണെങ്കിൽ മറ്റൊരെണ്ണം വലുതാണ്. അപ്പൊ യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള മൈക്രോഗാമേറ്റും ഉണ്ട്, മറ്റേത് മാക്രോഗാമേറ്റും ആണ്. അങ്ങനെയുള്ള അനൈസോഗാമേറ്റ്സ് ഫ്യൂസ് ടു ഫോം എ സൈഗോട്ട്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അവര് തന്നെ എന്ത് ചെയ്യുന്നു? ഇവര് തന്നെ ഫ്യൂസ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ പോലെ അല്ലെ? ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതൊരു സൈഗോട്ട് ആയിട്ട് മാറുന്നു. ദ സൈഗോട്ട് ന്യൂക്ലിയസ് അണ്ടർഗോസ് റിപ്പീറ്റഡ് ഡിവിഷൻ സോ ആസ് ടു പ്രൊഡ്യൂസ് എ മൾട്ടി ന്യൂക്ലിയേറ്റ് അഡൽട്ട്. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞേക്കുന്ന മൈക്രോയും മാക്രോയുമായിട്ടുള്ള ഗാമേറ്റുകൾ അത് തിരിച്ചു വന്നിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് മാറുകയും ഈ സൈഗോട്ട് ന്യൂക്ലിയസ് പിന്നെ ഡിവൈഡ് ചെയ്യും. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ്? ആ ഇൻഡസ്റ്റൈനകത്ത് അഡൽട്ടിന്റെ ഇൻഡസ്റ്റൈനകത്ത് താമസിച്ചിരുന്ന ഒപ്പലൈന മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. അത് സെൽ ഡിവൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡിവൈഡ് ചെയ്യത്തില്ല. ന്യൂക്ലിയസ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യത്തേയുള്ളെന്ന് പറഞ്ഞു. പിന്നെ എവിടെയാണ് ഈ ന്യൂക്ലിയസ് ഡിവിഷൻ നടക്കുന്നത്? ദാറ്റ് ഈസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പോലെയുള്ള ഈ പ്രോസസ്സ് നടന്ന് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, ദിസ് സൈഗോട്ട് വിൽ ഡിവൈഡ് ആൻഡ് ഡിവൈഡ്. ഡ്യൂറിങ് ദിസ് ഡിവിഷൻ ദ ന്യൂക്ലിയസ് will also divide. Repeated division അവിടെയാണ് നടക്കുന്നത്. So as to produce multinucleate adult. അങ്ങനെയാണ് മൾട്ടിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള അഡൽട്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ